ഈ മഹത്തായ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ശ്രീ രാജു, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, പ്രീ പ്രൈമറിയിൽ നിന്നും 8ാം ക്ലാസ് വരെയും സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന 26 ലക്ഷം കുട്ടികൾക്ക് ഓരോരുത്തർക്കും 4 കിലോ അരി വീതം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏകദേശം 17,313 മെട്രിക് ടൺ അരിയാണ് ഇതിനു വേണ്ടി വിതരണം ചെയ്യുന്നത്. PM പോഷൻ പദ്ധതി ഒരു കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണെങ്കിലും കേരളത്തിൽ നിലവിൽ വളരെ പ്രതീക്ഷയോടെയും ഊർജത്തോടുമാണ് നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെ ഓരോ വർഷവും ഇതിന് വിഹിതം അനുവദിക്കപ്പെടുന്നു. 2016 1ാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉച്ചഭക്ഷണ പദ്ധതി എത്രത്തോളം മെച്ചപ്പെട്ടിരിക്കുന്നു എന്നത് ഇന്നത്തെ കേരളം മുഴുവൻ കാണുന്ന വിജയം തന്നെയാണ്. അച്ചാറോ രസമോ മാത്രം ഉച്ചഭക്ഷണത്തോടൊപ്പം നൽകുന്നതിൻ്റെ കാലം കടന്നുപോയി. പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തി പോഷകമൂല്യം ഉറപ്പാക്കിയ ഉച്ചഭക്ഷണ മെനുവാണ് ഇന്ന് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഉച്ചഭക്ഷണത്തിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനായി NABL അംഗീകൃത ലാബുകളിൽ പരിശോധന സംവിധാനം നടപ്പിലാക്കുകയാണ്. കൂടാതെ 2200 സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണവും നടപ്പിലാക്കുന്നു. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിരവധി വിശേഷമായ നേട്ടങ്ങൾ നടത്തിയെടുക്കുവാൻ കേരളത്തിനായി. 9666 സ്കൂളുകളിൽ അടുക്കളത്തോട്ടങ്ങൾ ഒരുക്കി. പാചകത്തിനായി ഗ്യാസ് കണക്ഷനുകൾ ഉൾപ്പെടുത്തിയോടെ കൂടുതൽ ശുചിത്വമുള്ള പാചകശാലകളായി മാറി. ഉച്ചഭക്ഷണം പാചകത്തൊഴിലാളികൾക്ക് പരിശീലനവും ഓണറേറിയം വർധനവും അവധിക്കാലത്തിൽ പ്രതിമാസ ധനസഹായവും ലഭ്യമാകുന്നു. പദ്ധതിയുടെ സാമൂഹിക ഓഡിറ്റ് ആരംഭിച്ചു. സംസ്ഥാന തലത്തിൽ ആദ്യമായി പാചകത്തൊഴിലാളികളുടെ പാചക മത്സരം നടത്തി. പുതിയ മെനു പരിഷ്കരിക്കുന്നതിന് അടിസ്ഥാനം വയ്ക്കുന്ന പഠന സമിതിയും രൂപീകരിച്ചു. ഇതെല്ലാം ചേർന്ന് കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായമാവുന്നതിനൊപ്പം പോഷക ഭക്ഷണത്തിൻ്റെ സാധ്യതകൾ സമൂഹം മുഴുവൻ ചർച്ച ചെയ്യേണ്ടതാണ് എന്ന സന്ദേശവുമാണ് നാം നൽകുന്നത്. ഉച്ചഭക്ഷണ പദ്ധതി കേരളത്തിൽ പുതുമയുടെ വഴിയിലൂടെയാണ് നടത്തപ്പെടുന്നത്. വിദ്യാർത്ഥികളുടെ ആരോഗ്യം ഒരു നാടിൻ്റെ ഭാവിയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പദ്ധതി ബാലസൗഹൃദവും ആരോഗ്യപരവുമായ ഒന്നാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഈ മഹത്തായ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്ന അധ്യാപകർക്കും പാചകത്തൊഴിലാളികൾക്കും സ്കൂൾ ഭരണസമിതിക്കും മാതാപിതാക്കൾക്കും എല്ലാം ഉദ്യോഗസ്ഥന്മാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മറ്റൊരു ഉദ്ഘാടനം കൂടിയുണ്ട്. നമ്മുടെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സബ്ജക്റ്റ് മിനിമം പരിപാടി നടപ്പിലാക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് ഇന്നലെ ഞാൻ പ്രഖ്യാപിച്ചു. ഈ ഡിവിഷനിലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളുടെ ക്ലാസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിൻ്റെ ആകെയുള്ള കണക്കൊക്കെ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഈ സ്കൂളുകളുടെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു, വളരെ അഭിമാനമുണ്ട്. 4 കുട്ടികൾ മാത്രമാണ് അത്തരത്തിൽ അവർക്ക് ഒരു പുനർപഠനം നൽകേണ്ടത്. വെറും 4 കുട്ടികൾ. അത് ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ്. ആ 4 കുട്ടികളുടെ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ ലെവലിലെത്തിയ കുട്ടികളുടെ അവർക്ക് പഠന പുരോഗതിക്ക് വേണ്ടി നടത്തുന്ന സംസ്ഥാന ക്ലാസിൻ്റെ ഉദ്ഘാടനം കൂടി ഈ അവസരത്തിൽ ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.